പാർട്ട് 1 തന്ന ഹോംവർക്ക് എല്ലാവരും കമൻ്റായിട്ട് അയച്ചല്ലോ. അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. 60 ഡിവൈഡഡ് ബൈ 8 ഡിവൈഡഡ് ബൈ 4 ഡിവൈഡഡ് ബൈ 2. നമ്മുടെ ഫോർമുല എ ഡിവൈഡഡ് ബൈ ബി ഡിവൈഡഡ് ബൈ സി ഡിവൈഡഡ് ബൈ ഡി ആണെങ്കിൽ എ ബൈ ബി സി ഡി എന്നാണ് അല്ലേ. ഇത് നമുക്ക് എങ്ങനെ കണ്ടെത്താം? അതായത് 16 ബൈ 8 ഇൻറ്റു 4 ഇൻറ്റു 2 ഈക്വൽ ടു 16 ബൈ 64 ഈക്വൽ ടു 1/4 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇതാ പെട്ടെന്ന് തെറ്റാൻ പോകുന്ന ഒരു ചോദ്യം. ഇത് കണ്ട വേഗം നമ്മൾ എന്താ ചെയ്യുക? 6 ഇൻറ്റു 6 36 ഹരിക്കണം 6 ഇൻറ്റു 6 36. 36 ഹരിക്കണം 36 എത്ര കിട്ടും? ആൻസർ 1 അല്ലേ? തെറ്റാണ്. ഇത് നമ്മൾ എങ്ങനെയാ ചെയ്യേണ്ടത്? ആദ്യം ഇതിൽ ബ്രാക്കറ്റും ഓഫും ഇതിലില്ല അല്ലേ, പക്ഷെ ഡിവിഷൻ ആണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ 6 ഡിവൈഡഡ് ബൈ 6 അവിടെ എത്ര കിട്ടുന്നത്? 1 എന്ന ആൻസർ കിട്ടുന്നു. ഓക്കെ, ദെൻ നമുക്കിവിടെ എന്താ ഉള്ളത്? 6 എന്നാണുള്ളത്. ഓക്കെ, ഇതിൽ ഇനി എത്ര ആൻസർ കിട്ടുന്നത്? 36 എന്നാണ് ആൻസർ. തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഓക്കെ, അടുത്തത് ഇതൊരു വ്യത്യസ്തമായതാണ്. 1/2 പ്ലസ് 1/2 ഡിവൈഡഡ് ബൈ 1/2. ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഡിവിഷൻ നോക്കണം അല്ലേ. 1/2 ഡിവൈഡഡ് ബൈ 1/2 ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഭിന്നസംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ രണ്ടാമത്തെ ഭിന്നസംഖ്യയുടെ റെസിപ്രോക്കൽ ഉപയോഗിക്കണം വേണ്ടേ? അപ്പൊ ഈ 1/2 റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഇൻറ്റു 2/1 എന്നാണ് വരുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് 1/2 പ്ലസ് 1/2. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം അല്ലെ? ഡിവിഷൻ കഴിഞ്ഞു, ഇനി മൾട്ടിപ്ലിക്കേഷൻ ആണ്. 1/2 ഇൻറ്റു 2/2 നമ്മൾ എന്ത് ചെയ്താ? ഇങ്ങനെ ഡിവൈഡ് ചെയ്താൽ നമുക്കിവിടെ 1 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ? ഇനി 1/2 പ്ലസ് 1 എന്നതിന് എത്രയാണ് നമ്മുടെ ആൻസർ ആയിട്ട് കിട്ടുന്നത്? അതായത് 1/2 എന്ന് എഴുതാം, അല്ലെങ്കിലോ 3/2 എന്നും നമുക്ക് എഴുതാം. ഈ ഭാഗത്ത് ചെറിയൊരു കൺഫ്യൂഷൻ വന്നില്ലേ? എങ്ങനെ കിട്ടി എന്ന് അറിയുന്നവരുണ്ടാകും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് 1/2 എന്ന് പറയുമ്പോൾ അത് എങ്ങനെ കണ്ടെത്തുന്നത് വെച്ചാൽ നമ്മൾ ഇവയെ തമ്മിൽ ഇൻറ്റു ചെയ്യണം. 1 ഇൻറ്റു 2 പ്ലസ് 1. ഇവിടെ നമ്മൾ പ്ലസ് 1 ആ കൊടുക്കുക. ഓക്കെ, അപ്പൊ 2 ഇൻറ്റു 1 പ്ലസ് 1 എത്രയാണ്? 1 ഇൻറ്റു 2 2 പ്ലസ് 1 3. ഓക്കെ, ആ 3 ഇവിടെ എഴുതണം. പിന്നെ നമ്മുടെ ബൈ 2 താഴെ തന്നെ എഴുതണം. ഇങ്ങനെയാണ് ഇവിടെ ആൻസർ കിട്ടിയത്. നെക്സ്റ്റ് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എന്നാൽ വളരെ കൺഫ്യൂഷൻ നിറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സിമ്പിൾ ആണ്. ഇതാ 4/5. ഇത് ഫുള്ള് ഡിവിഷൻ ആണ്. അപ്പൊ നമുക്ക് ഡിവിഷൻ മാത്രം നോക്കിയാൽ മതി. നമ്മൾ എന്ത് ചെയ്യണം? നെക്സ്റ്റ് ഭിന്നസംഖ്യയുടെ റെസിപ്രോക്കൽ എടുക്കണം വേണ്ടേ? ഇൻറ്റു 2/1 ഇൻറ്റു 5/6. ഇനി നമുക്ക് വെട്ടാനൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അല്ലേ? വെട്ടാനൊക്കെ എല്ലാവർക്കും അറിയില്ലേ? ഇവിടെ ഒരു 5 ഉണ്ട്. ഈ ഒരു 5 നമുക്ക് ഒഴിവാക്കാം. ഇവിടെയോ 2, ഇവിടെ 3. ഓക്കെ, 4/3 എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട്. 4/3 വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ 1/33 എന്ന് 1.33 എന്നൊക്കെ ആൻസർ ആയിട്ട് കിട്ടുന്നു. ഇതാ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ നമുക്ക് ചെയ്യാം? അതായത് 48 മൈനസ് 12 ഇൻറ്റു 3 പ്ലസ് 9 ഡിവൈഡഡ് ബൈ 10 മൈനസ് 9 ഡിവൈഡഡ് ബൈ 3. ഓക്കെ, ഡിവൈഡഡ് ബൈ 3 ആണ്. അപ്പോൾ നമുക്കിവിടെ ചെയ്യാൻ ആദ്യം നമുക്ക് ഇവിടെ ഡിവിഷൻ പാർട്ട് ആദ്യം ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ 48 മൈനസ് 12 ഇൻറ്റു 3 ആണ് 36 പ്ലസ് 9 ബൈ 10 മൈനസ് 9 ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ആൻസർ ആയിട്ട് എത്ര കിട്ടുന്നത്? നമുക്ക് ഇതെല്ലാം ചെയ്തു വരുമ്പോൾ
21 - 7 എന്ന് കിട്ടുന്നു. ആൻഡ് ഇതിൻ്റെ ആൻസർ എത്രയാണ്? 3 എന്നാണ്.